എപ്പിക്കാർഡിയത്തിൻ്റെ പുറത്തുള്ള ഫാറ്റ് EAT എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോർമലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പ് ചെയ്തപ്പം എൻ്റെ കൊറോണറി കാൽസ്യം സ്കോർ 0 ആയിരുന്നു. കൊറോണറി കാൽസ്യം സ്കോർ 0 എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? എൻ്റെ രക്തക്കുഴലിൽ ബ്ലോക്കുകളൊന്നുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിലും എൻ്റെ ഈ രക്തക്കുഴലിൻ്റെ ചുറ്റും ഈ ഒരു എന്താ പറയുക, ഈ എപ്പിക്കാർഡിയത്തിൻ്റെ ചുറ്റും ഫാറ്റ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് EAT. EAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക്കാർഡിയൽ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ ഫാറ്റൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഫാറ്റ് കൂടി നിൽക്കുക. ഇതും വളരെ അപകടകരമാണ് എന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ EAT എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള കൊഴുപ്പാണ്. ഈ കുടവേറുള്ളവരൊക്കെ സൂക്ഷിക്കുക, അതേ കൊഴുപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റുമുണ്ടാവും. എൻ്റെ കുടവേർ വളരെ ശക്തമാണ്, അതേ ഫാറ്റ് എൻ്റെ ഹൃദയത്തിലുമുണ്ട്. അതാണ് എനിക്ക് അപകടം ഉണ്ടാക്കിയത്. എന്താണ് ഈ ഫാറ്റ്? ഇതെവിടെയാണ് കിടക്കുന്നത്? നമ്മളിലേക്ക് രക്തോട്ടം ഹൃദയത്തിന് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറിയുടെ നേരെ മുകളിൽ കയറി എങ്ങനെ ഇരിക്കുക മൂപ്പര്. നമ്മൾ വിചാരിക്കും ഇതെന്താ പുറത്തല്ല കിടക്കുന്നത്, വലിയ അപകടമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ഇത് നാളെ നമുക്കുണ്ടാകുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചാണ് വാൺ ചെയ്യുന്നത്. എൻ്റെ രക്തക്കുഴലിൽ കൊറോണറി ആർട്ടറിയിൽ കാൽസ്യം സ്കോർ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള എൻ്റെ ബ്ലോക്കിനെ കുറിച്ചാണ് പറയാം. പക്ഷേ എനിക്ക് നാളെ ഉണ്ടാകാനൊരു സാധ്യതയുള്ള വലിയൊരു അപകടത്തെയാണ് ഈ കുടവയറും ഈ എപ്പിക്കാർഡിയൽ ഫാറ്റും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു സ്റ്റോർ ചെയ്യപ്പെട്ട ഫാറ്റല്ല, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് നീർവീക്കം സപ്ലൈ ചെയ്യുന്ന ഒരു ഫാറ്റാണ്. ഇത് ഇൻഫ്ലമേഷൻ, നീർവീക്കം ഉണ്ടാക്കുന്ന ഒരുപാട് രാസവസ്തുക്കളെ നമ്മളെ ഇതിലേക്ക് റിലീസ് ചെയ്യും. വലിയൊരു നീർവീക്കത്തിൻ്റെ ഫാക്ടറി നമ്മുടെ ഹൃദയത്തിന് ചുറ്റും ഇരിക്കുന്നൊരു സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നത്.